ചെന്നൈയിൽ ദീപാവലി ആഘോഷത്തിനുള്ള ഒരുക്കം തകൃതിയായി പുരോഗമിക്കുകയാണ്. പടക്കങ്ങൾ വിൽക്കുന്ന കടയിലൊക്കെ വലിയ തിരക്കാണ്. മുഹമ്മദ് നർഗീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അപ്പോൾ എല്ലാവരും ദീപാവലി ആഘോഷിക്കാനുള്ള തിരക്കിലാണ്. ദീപാവലിക്ക് എത്ര കിട്ടിയാലും മതിയാകാത്തൊരു സാധനം, തികയാത്തൊരു സാധനമാണ് പടക്കം. ഞാനിപ്പോൾ ചെന്നൈയിലെ തീവിത്തടത്തിലുള്ള ഒരു പടക്ക മാർക്കറ്റിലാണുള്ളത്. രാത്രിയും വലിയ തിരക്കാണ് ഈ മാർക്കറ്റിൽ. വലിയ ശബ്ദങ്ങളുള്ള പടക്കത്തിനല്ല സത്യത്തിൽ ഇത്തവണ ഡിമാൻഡ്. ചെറിയ നിലത്തിരുന്ന് പൊട്ടുന്ന പടക്കങ്ങൾക്കും ഒപ്പം തന്നെ കുട്ടികൾക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഈ ഫാൻസി പടക്കങ്ങൾ, അതിനാണ് കൂടുതലായിട്ട് ഡിമാൻഡ് ഉള്ളതെന്ന് കച്ചവടക്കാർ പറയുന്നുണ്ട്. പക്ഷേ ഇത്തവണ കച്ചവടം ഡള്ളാണെന്നും ഇവർ പറയുന്നു. பொதுவாகவே கிராக்கர்ஸ் இப்போ டிமாண்டு தான். கிராக்கர்ஸ் பயங்கர டிமாண்டாக இருக்குது. அதே மாதிரி சில்ட்ரன்ஸ் ஃபேன்சி ரொம்ப டிமாண்டாக இருக்குது. இப்போ உள்ள சுச்சுவேஷன் வந்து கிராக்கர்ஸ் ரொம்ப டைட்டாக இருக்குது. ரொம்ப இது கிடையாது. ப்ரீவியஸ் இயர் உள்ள பிஸ்னஸ் இப்போ கிடையாது. ஏன்னா 5 நாள் லீவ் இல்லை. സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക ഇടത്തിലാണ് ഈ സ്റ്റാളുകളൊക്കെയും പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരത്തിലാണ് സ്റ്റാളുകളുടെ പ്രവർത്തനം. പ്രത്യേകിച്ച് ഈ സുരക്ഷ വളരെ കുറവുള്ള മേഖലകളിൽ ഇങ്ങനെ കച്ചവടം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകട സാധ്യതയൊക്കെ മുൻനിർത്തിയാണ് ഇത്തരത്തിലൊരു കൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വ്യാപാരികളെ പോലെ തന്നെ പടക്കം വാങ്ങിക്കൊണ്ടു പോകുന്നവർക്ക് നല്ല ആശങ്കയുണ്ട്. കാരണം അടുത്തൊരു 3-4 ദിവസം ശക്തമായ മഴയാണ് ചെന്നൈയിൽ ഉൾപ്പെടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അപ്പോൾ മഴ പെയ്യുമോ അതോ അതിനിടയിലൊക്കെ പടക്കം പൊട്ടിക്കാൻ സമയം കിട്ടുമോ എന്നൊക്കെ കണ്ടറിയണം. ക്യാമറാമാൻ ശ്രീകാന്ത് ഗൗരീശപ്പെട്ടതോടൊപ്പം മുഹമ്മദ് റഹീസ്, 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.